മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിക്ഷേപ രീതിയാണ് ചിട്ടി. നമ്മൾ ചേർന്ന് കഴിഞ്ഞ് ചിട്ടി എപ്പോൾ മികച്ച രീതിയിൽ വിളിക്കാം എന്നുള്ളൊരു വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 1,00,000-ൽ കൂടുതൽ വ്യൂസുമായി മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ ലാഭകരമായി വിളിക്കാവുന്ന ഈ മെത്തേഡ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ആ വീഡിയോയിൽ പക്ഷേ നമ്മൾ വിളിക്കേണ്ട എമൗണ്ട് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് 10,000 രൂപയുടെ 100 മാസത്തെ ചിട്ടി 60ാമത്തെ മാസം 8 ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കമ്മിയാക്കുന്ന തുകയുണ്ടല്ലോ, അത് നമുക്ക് ലാഭകരമാവണമെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കണം എന്നാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റൊരു രീതിയിൽ, അതായത് നമുക്ക് ഏറ്റവും കുറവ് നഷ്ടം എത്ര ശതമാനം സഹിക്കാൻ പറ്റും, അതുപോലെ നമുക്ക് പരമാവധി എത്ര ശതമാനം നഷ്ടം സഹിക്കാൻ പറ്റും എന്ന ഈ പെർസെൻറ്റേജ് മാത്രം നൽകിയാൽ നമുക്ക് വിളിക്കാവുന്ന തുക ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെയാണ് എന്ന് കാണിക്കുന്ന ഒരു എക്സൽ വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഈ വർക്ക്ഷീറ്റ് ഏതൊരു സാധാരണക്കാർക്കും ഉപയോഗിക്കാം എന്നതിന് പുറമെ നമുക്ക് മൊബൈൽ ഫോണിലൂടെയും ഉപയോഗിക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡ് ഇൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, ഇതാണ് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റ്. ഇവിടെ ഈ കോളങ്ങളിൽ ഈ 5 ഇൻപുട്ടുകൾ മാത്രം നൽകിയാൽ മതി നമുക്ക് നമ്മുടെ ചിട്ടി വളരെ ലാഭകരമായി വിളിച്ചെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണമായി KSIFയുടെ ഒരു ഹൈലൈറ്റ് ചിട്ടിയാണ് 10,000 രൂപ വെച്ച് 100 മാസം കൊണ്ട് തീരുന്ന 10 ലക്ഷം രൂപയുടെ ചിട്ടി. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നോക്കാം. മന്ത്ലി അടവ്, മാസ അടവ് 10,000 രൂപയാണ് വരുന്നത്. ടോട്ടൽ മന്ത്, ആകെ മാസം 100 മാസമാണ്. നമുക്ക് അത് എൻ്റർ ചെയ്യാം. യെസ്, ഇവിടെ നോക്കൂ. ഇപ്പോൾ യെല്ലോ കളറിൽ ടോട്ടൽ പേയബിൾ എമൗണ്ട്, അടയ്ക്കുന്ന തുക, അതായത് നമ്മൾ ഈ ചിട്ടിയിൽ മാക്സിമം അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അതിവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇത്ര തുക നമ്മൾ അടയ്ക്കേണ്ടി വരില്ല. കാരണം ഡിവിഡൻഡ്, ലാഭവിഹിതം കൂടി നമുക്ക് ഈ ചിട്ടിയിൽ നിന്ന് ലഭിക്കും. അത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഓരോ ചിട്ടിയിലും ആ വിളിക്കുന്ന എമൗണ്ടിനനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും 10 ലക്ഷം രൂപയാണ് നമ്മൾ മാക്സിമം ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടത്, ഡിവിഡൻഡ് കണക്കാക്കാതെ. എമൗണ്ട് റിസീവ്ഡ് ഇൻ ലാസ്റ്റ് മന്ത്, അവസാന മാസം ലഭിക്കുന്ന തുക, അതായത് 5% KSIFയുടെ കമ്മീഷൻ ഉണ്ട്. ആ തുക, അതായത് 50,000 രൂപ എടുത്ത് നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. അതായത് അവസാന മാസം 100ാമത്തെ മാസം വരെ കാത്തിരുന്ന് നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇനി നമ്മൾ വിളിച്ചെടുക്കുകയാണെന്ന് കരുതുക. നമുക്ക് ആദ്യത്തെ മാസം തന്നെ വിളിച്ചെടുക്കുന്ന ആൾക്ക് അത് എത്ര കണ്ട് ലാഭകരമാണ് എന്ന് നോക്കാം. 1ാമത്തെ മാസമാണ് വിളിച്ചെടുക്കുന്നത്. 1ാമത്തെ മാസം നമ്മൾ വിളിച്ചെടുക്കുന്നു. ഇവിടെ 2 ഡീറ്റെയിൽ നമ്മൾ നൽകണം. കുറഞ്ഞ പലിശ, കൂടിയ പലിശ. അതായത് ഏറ്റവും കുറവ് പലിശ നമുക്ക് എത്ര നൽകാൻ കഴിയും, അല്ലെങ്കിൽ എത്ര നേടാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്കിലെല്ലാം നിക്ഷേപിച്ച് നമുക്ക് ഈസിയായി 6, 6.5, 7 എല്ലാം നേടാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഇൻട്രസ്റ്റ്, ഈ മാക്സിമം ഇൻട്രസ്റ്റ് ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം വരാം. ഇപ്പം എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിലൂടെ എല്ലാം നോക്കുകയാണെങ്കിൽ 12 to 15% റിട്ടേൺ നമുക്ക് ഇയർലി ബേസിസിൽ ലഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് 10 എന്ന് നൽകാം. എന്നാൽ വേറൊരു ക്രൈറ്റീരിയ നോക്കാം. ചില ആളുകൾക്ക് ലോൺ ക്ലോസ് ചെയ്യാനായിരിക്കും ഈ തുക. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ പലിശയും പിഴപ്പലിശയും എല്ലാം അടക്കം 16, 17% നൽകുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇവിടെ നൽകേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15 or 16%. കാരണം അവർക്ക് കടം വീട്ടുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ ഇവിടെ മിനിമം ഇൻട്രസ്റ്റും മാക്സിമം ഇൻട്രസ്റ്റും ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ നമുക്ക് ബാങ്കിൽ നിന്ന് 7% റിട്ടേൺ ആണ് ലഭിക്കുക. അപ്പോൾ 7 എന്ന് നൽകേണ്ടതില്ല, നമുക്ക് 5 എന്ന് നൽകാം. കാരണം 5% ഇവിടെ നിന്ന് ലഭിച്ചാൽ 7% അവിടെ ഇടുമ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മിനിമം ഇൻട്രസ്റ്റ് എന്നുള്ളത് 5 എന്ന് നൽകാം. മാക്സിമം എന്നുള്ളത് ഒരു 10% നൽകാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കൂ. ഓക്കെ, യെസ്. ഇപ്പോൾ നോക്കൂ, മിനിമം എമൗണ്ട്, അതായത് താഴ്ത്താവുന്ന കുറഞ്ഞ സംഖ്യ, അത് 6.73 ലക്ഷമാണ്. അതുപോലെ മാക്സിമം എമൗണ്ട്, പരമാവധി താഴ്ത്താവുന്ന സംഖ്യ 5.21 ലക്ഷവുമാണ്. അതായത് 5% റിട്ടേൺ ലഭിക്കുന്ന എവിടെയെങ്കിലും ഞാൻ ഈ തുക, അതായത് ഈ 6.73 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ താഴ്ത്തുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അതായത് 9.5 ലക്ഷമാണ് എനിക്ക് അവസാനം ലഭിക്കുക. ഞാൻ ഇവിടെ 6.73 ലക്ഷത്തിനാണ് വിളിച്ചെടുക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അതായത് ഈ റിട്ടേൺ എനിക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ 6.73 ലക്ഷത്തിന് വിളിച്ചെടുക്കുന്നതും എനിക്ക് ലാഭകരമാണ്, 5% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ. ഇനി മാക്സിമം എമൗണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള 12 ലഭിക്കുമെന്ന്. 10 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 5.21 ലക്ഷം
രൂപ 10% ഇൻട്രസ്റ്റ് ഞാൻ എവിടെയെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ ബാലൻസ് ഉള്ള 99 മാസം കൊണ്ട് ഈ താഴ്ത്തുന്ന സംഖ്യ എനിക്ക് ടാലി ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 5.21 ലക്ഷം വരെ പരമാവധി താഴ്ത്താം. മാക്സിമം 6.73, അതായത് 6.73ന്റെ ഇടയിലും 5.21ന്റെ ഇടയിലും വിളിച്ചെടുക്കുന്നത് ആദ്യ മാസങ്ങളിൽ ഈ ചിട്ടിയിൽ ലാഭകരമാണ്. പക്ഷെ KSFE 30% താഴ്ത്തുന്നത്. അതായത് 10 ലക്ഷത്തിന്റെ 30%, 5% KSFE കമ്മീഷൻ, 25% നമ്മൾ താഴ്ത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 30% എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ മാത്രമാണ്. 7 ലക്ഷം രൂപയ്ക്കാണ് ആ ചിട്ടി നമുക്ക് ലഭിക്കുക. ഒരു സംശയവുമില്ല, 7 ലക്ഷം രൂപയ്ക്ക് നമുക്കത് ഈസിയായി ലാഭകരമാണ്. അതുകൊണ്ടാണ് 99% ആളുകളും ഇത്തരം ചിട്ടികൾ ആദ്യം തന്നെ വിളിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയുടെ എക്സാമ്പിളിലേക്ക് വരാം. വീഡിയോയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് 60ാമത്തെ മാസം എത്ര രൂപയ്ക്ക് വിളിച്ചെടുക്കുന്നതാണ് ലാഭകരം എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വിളിക്കുന്ന മാസം മാത്രം 60 എന്ന് നൽകിയാൽ മതി. എൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ് ഞാനിവിടെ 5 to 10 ഇൻട്രസ്റ്റ് നൽകിയത്. അങ്ങനെ നോക്കുമ്പോൾ 8.14 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിളിച്ചെടുക്കുന്നത് ലാഭകരമാണ്. പരമാവധി താഴ്ത്തുകയാണെങ്കിൽ 7.13 ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുക്കുന്നത് ലാഭകരമാണ്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ആ ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് 60ാമത്തെ മാസം. വ്യക്തമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതേ സിറ്റുവേഷൻ ഒരാൾക്കൊരു ബാങ്കിൽ ലോൺ ഉണ്ട് എന്ന് കരുതുക. കാരണം അദ്ദേഹത്തിന് ലോൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 12% ആയിരിക്കാം. അതിന് പിഴപ്പലിശയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 13% ഒക്കെ വന്നിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്ത് സമാധാനമായി ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ നമുക്കിവിടെ 10 എന്നുള്ളത് ഒരു 12 13 നൽകാം. നമുക്കിവിടെ 12 എന്ന് നൽകാം. അപ്പോൾ ഈ അടിയിലെ എമൗണ്ട് വ്യത്യാസം വരുന്നത് നോക്കൂ. 7.13 എന്നുള്ളത് 6.79, അതായത് അദ്ദേഹത്തിന് 6.79 വിളിച്ചെടുക്കുന്നത് ലാഭകരമാണ്. ചുരുക്കി പറഞ്ഞാൽ 60ാമത്തെ മാസം 7 ലക്ഷത്തിന് ചിട്ടി ലഭിക്കുന്നതും കടം ക്ലോസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മികച്ച തീരുമാനമാണ് എന്നിവിടെ കാണാം. ഓക്കെ, ഇനി ഈ എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം, ഈയിടെ ഞാനൊരു ചിട്ടിയിൽ ചേർന്നു. എൻ്റെ നാട്ടിലെ ഒരു അമ്പലത്തിന്റെ ചിട്ടിയാണ്. അതിൽ ചേർന്നപ്പോൾ അത് വിളിച്ചെടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയത്. ഇനി അതിന്റെ സിറ്റുവേഷൻ നമുക്ക് നൽകി നോക്കാം. ആ ചിട്ടി വരുന്നത് 5000 രൂപ വെച്ച് 20 ആളുകൾ 1 ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുക. ഈ കുറ്റിപ്പണം എന്ന് പറയുമല്ലോ, അതായത് KSFEയിൽ അവർ 5% നമുക്ക് ചിട്ടി എമൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. ഇതിൽ 5000 രൂപ നമ്മൾ എക്സ്ട്രാ നൽകുകയാണ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 5000 രൂപയാണ് നമുക്ക് അടവ് വരുന്നത്. 20 മാസമാണ് നമുക്ക് അടവ് വരുന്നത്. പക്ഷെ കുറ്റിക്കാശ് കൂടി കൂട്ടുകയാണെങ്കിൽ, അതായത് അവർ കമ്മീഷൻ കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 5000 രൂപയുടെ എക്സ്ട്രാ വരും. അങ്ങനെ 21 മാസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. 21 മാസം എൻ്റർ ചെയ്യാം. യെസ്, നമുക്ക് അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. നമുക്ക് ലഭിക്കുന്ന തുക ഏകദേശം 1 ലക്ഷത്തിനടുത്താണ്. ഓക്കെ, കറക്റ്റ് 1 ലക്ഷം തന്നെയാണ് ലഭിക്കുന്നത്. ഇതാ കാൽക്കുലേഷനിൽ 21 മാസം എന്ന് എൻ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ ഡിഫറൻറ്റ് ആണ്, ഒരു 200 രൂപയുടെ ഡിഫറൻറ്റ് വരുന്നത്. എന്തായാലും ഈ മാസത്തെ ചിട്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അത് 1ാമത്തെ മാസം വിളിച്ചെടുക്കുകയാണെങ്കിൽ, ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 1ാമത്തെ മാസത്തിന് തന്നെ 25% കമ്മിയാക്കിയിട്ട്, അതായത് 75,000 ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ അത് എനിക്ക് ലാഭകരമാണോ എന്ന് നോക്കാം. 1ാമത്തെ മാസം, യെസ്, 1ാമത്തെ മാസം എനിക്ക് ഈ പറഞ്ഞ കുറച്ചു മുൻപ് പറഞ്ഞ ക്രൈറ്റീരിയ നോക്കാം. 5, 10. യെസ്, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മിനിമം താഴ്ത്താവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 92,000 രൂപയാണ്. അതായത് 92,000 രൂപയെങ്കിലും നമുക്കിപ്പോൾ ലഭിക്കണം. ഇനി മാക്സിമം താഴ്ത്തുകയാണെങ്കിൽ 85,000 രൂപയ്ക്കെങ്കിലും നമുക്ക് ആ ചിട്ടി ലഭിക്കണം. പക്ഷെ ആ ചിട്ടി പോയോണ്ടിരിക്കുന്നത് 75,000 രൂപയ്ക്കാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് വിളിച്ചെടുത്തിട്ടില്ല. അതായത് 92,000 മുതൽക്ക് എനിക്ക് താഴ്ത്താം, 85,000 വരെ താഴ്ത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ താഴ്ത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റ് 15 എന്ന് നൽകിയാലും 79,800 വരുന്നത്. അതായത് 79,000 കൂടുതൽ താഴ്ത്തുന്നതെല്ലാം ശരിക്കും അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി KSFEയുടെ മറ്റൊരു ചിട്ടി നമുക്ക് എക്സാമ്പിളിൽ നോക്കാം. അതായത് 5000 രൂപ വെച്ച് 60 മാസം കൊണ്ട് തീരുന്ന ചിട്ടി. അങ്ങനെയുള്ള ചിട്ടി 3 ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കുന്ന തുക. നമുക്ക് അവസാന മാസം വരെ കാത്തിരുന്നാൽ ലഭിക്കുന്ന തുക 2.85 ലക്ഷം രൂപയാണ്. വിളിക്കുന്ന മാസം, അതായത് വിളിക്കുന്ന മാസം ഏകദേശം ഒരു 50ാമത്തെ മാസമാണ് എന്ന് കരുതുക. 50ാമത്തെ മാസം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ പലിശ നമുക്ക് 5% നമുക്ക് ബാങ്കിൽ നിന്ന് നേടാം. അതുകൊണ്ട് 5 എന്ന് നൽകാം. മാക്സിമം പലിശ നമുക്ക് 12 എന്ന് നൽകാം. യെസ്, ഇവിടെ നോക്കൂ, 2.74 ലക്ഷം രൂപ മുതൽ 2.59 ലക്ഷം വരെ നമുക്ക് താഴ്ത്തി വിളിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കാം. 5000 രൂപയുടെ 60 മാസം കൊണ്ട് തീരുന്ന ചിട്ടി 60ാമത്തെ മാസം നമ്മൾ വിളിച്ചെടുക്കുകയാണ് എന്ന് കരുതുക. 60ാമത്തെ മാസം വിളിച്ചെടുക്കുമ്പോൾ 2.85 ലക്ഷം രൂപ, അതായത് മാക്സിമം എമൗണ്ട് തന്നെ നമുക്ക് ലഭിക്കണം. ഓക്കെ, കാരണം നമുക്ക് ബാക്കി മാസങ്ങളൊന്നും അവശേഷിക്കാത്തത് കാരണം മുഴുവൻ എമൗണ്ട് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആ ചിട്ടി ലാഭകരമാകൂ എന്നിവിടെ കാണാം.
ഇനി മറ്റൊരു രസകരമായ കാര്യം കൂടി കാണിച്ചു തരാം. 5000 രൂപയുടെ 60 മാസം കൊണ്ട് തീരും ചിട്ടി 61ാമത്തെ മാസം നമുക്ക് വിളിച്ചെടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഫണ്ണിയായി ഞാൻ എക്സൽ വർക്ക്ഷീറ്റിൽ എൻ്റർ ചെയ്തതാണ്. 61 എന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്നുള്ളൊരു ഫണ്ണി ഡയലോഗും വരും. ഓക്കെ, അത് വെറുതെ രസകരമാക്കാൻ വേണ്ടി കൊടുത്തത് മാത്രമാണ്. ഇനി ബേസിക്കായി 1-2 കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് ഈ എക്സൽ വർക്ക്ഷീറ്റ് മൊബൈൽ ഫോണിലൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. 2, ഈ ഒരു ചിട്ടിയിൽ നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് അത് ഇതിൽ കണക്കാക്കിയിട്ടില്ല. അത് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. 3ാമത്തെ കാര്യം, ഈ എക്സൽ വർക്ക്ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യുക. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഡയറക്റ്റായി എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നു എന്ന നോട്ടിഫിക്കേഷനാണ് വരിക. അങ്ങനെ ഞാൻ അത് അപ്രൂവ് ചെയ്താൽ അതിലെ ഫോർമുല എറർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സൽ വർക്ക്ഷീറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം എഡിറ്റ് ചെയ്യുക. എക്സൽ വർക്ക്ഷീറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ നൽകാം. ഇതിന്റെ കാൽക്കുലേഷൻ മെത്തേഡ് നമ്മൾ ഇതിനു മുൻപ് തയ്യാറാക്കിയ വീഡിയോയിൽ ഇതുപോലെ തന്നെയാണ്. അതായത് അവസാന മാസം വരെ കാത്തിരുന്ന നമുക്ക് ചിട്ടിയിൽ നിന്ന് ഒരു തുക ലഭിക്കുമല്ലോ, അതിനേക്കാൾ താഴ്ത്തിയായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ആ തുകയിലേക്ക് നമുക്ക് പരമാവധി താഴ്ത്താവുന്ന, അതുമല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന, അതുമല്ലെങ്കിൽ മറ്റൊരു നിക്ഷേപ രീതിയിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഇൻട്രസ്റ്റ് കണക്കിലെടുത്താൽ എത്ര വരെ താഴ്ത്താം എന്നതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടിക്കും ഈ എക്സൽ വർക്ക്ഷീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന്, ചിട്ടി എപ്പോൾ വിളിക്കാം എന്ന് ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ, ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ചിട്ടികളെ പറ്റി മറ്റു വീഡിയോസുകളും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ പ്ലേലിസ്റ്റും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.